വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗം. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന സഹനങ്ങളെയും ത്യാഗങ്ങളെയും കുറിച്ചൊക്കെയാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. ഈശോ പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ചെയ്യുന്ന ജോലിയിലുള്ള ശ്രദ്ധ ആ ജോലിയുടെ വിജയത്തിന് ആവശ്യമാണ്. ഉദാഹരണമായിട്ട്, ഓട്ടമത്സരത്തിൽ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തിരിഞ്ഞു നോക്കുവാനോ പുറകിലുള്ളവയെ നിരീക്ഷിക്കുവാനോ സമയമില്ല, സാധിക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ ഓട്ടമത്സരത്തിൽ വിജയിക്കുവാനുമാവില്ല. കലപ്പയിൽ കൈവച്ചവൻ വളരെയധികം ശാരീരിക അധ്വാനം ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആ കൃഷിക്കാരൻ്റെ കൈകളാണ് ആ കലപ്പയെ നിയന്ത്രിക്കുക. അവിടെ പിന്തിരിയുവാനും നോക്കി നിൽക്കുവാനായിട്ട് നമുക്ക് സമയമുണ്ടാവില്ല. പിന്തിരിഞ്ഞു നോക്കലെന്ന് പറയുന്നത് എപ്പോഴും ഒരു നഷ്ടബോധത്തെയും അതിൻ്റെ വ്യാകുലതകളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യയുടെ പിന്തിരിഞ്ഞു നോട്ടവും ഉപ്പുകല്ലായി മാറിയതുമെല്ലാം ഈ തരുണത്തിൽ ഓർക്കണം. കർത്താവിൽ വിശ്വാസമർപ്പിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് പിന്തിരിയുവാനോ തിരിഞ്ഞു നോക്കുവാനോ സമയമില്ല. അവർ മുമ്പോട്ടുള്ള അവരുടെ പ്രയാണത്തിലും അതിൻ്റെ പുതുമ നൽകുന്ന സന്തോഷത്തിലുമൊക്കെ ആയിരിക്കും. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ഈശോയെ അനുധാവനം ചെയ്യുന്നവരാണെന്ന് പറയുവാൻ പരിശ്രമിക്കുമ്പോൾ, അഭിമാനിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാം, ഇനിയും വിട്ടുപേക്ഷിക്കേണ്ടതായ പലതും നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? ചിലയിടങ്ങളോട്, സ്വഭാവങ്ങളോടൊക്കെ നാം ഇനിയും വേണ്ട എന്ന് പറയുവാനായിട്ട് മടിക്കുന്നവരാണോ? ജീവിതയിടങ്ങളിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ്റെ ഹിതങ്ങളോടൊപ്പം നമ്മുടെ ഹിതങ്ങളുമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ശിഷ്യയാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.